ചോദിച്ചപ്പോഴ് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു മോരുണ്ട്. അതേപോലെ എന്നോടും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നീ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു മോരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ആ സ്ഥലത്താണ്, മോഹൻസ് മോരുകടയിലാണ് ഞാനുള്ളത്. അപ്പോൾ വളരെ ഒരു കുറേ കാലത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ പറയാനുണ്ട്. നമുക്ക് ആ ചേച്ചിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ചേച്ചി, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നോട് എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു മോര് അത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ മോരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? ഇത് ഞങ്ങൾ വന്നിട്ട് വീട്ടിൽ പ്രത്യേകിച്ച് വീട്ടിൽ കാച്ചുന്ന സാധനമാണ്. പാല് വാങ്ങിച്ച് കാച്ചി ഉറ ഒഴിക്കണം. പിന്നെ ഇതിൻ്റെ ഐറ്റങ്ങൾ 10-16 കൂട്ടം സാധനങ്ങൾ ഞങ്ങൾ ചേർക്കും. അത് വെളിയിൽ വലുതായിട്ട് വിട്ടില്ല. ഒരു 4-5 ചേർക്കുന്ന സാധനത്തിൻ്റെ മാത്രം ഞങ്ങൾ വെളിയിൽ പറയും, ബാക്കിയെല്ലാം സീക്രട്ടാണ്. കുറേ വർഷമായിട്ട് ഇവിടെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര വർഷമായിട്ടുണ്ടാവും? 17 കൊല്ലമായി. 17 വർഷം കൂടെ ആയപ്പം 17 കൊല്ലമായി. 17 കൊല്ലമായി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അന്ന് തൊട്ടിട്ടേ ഉണ്ടായിരുന്നുള്ള ഒരു റെമഡീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നും ഈ ഒരു ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഉള്ളത്? ഞങ്ങൾ തുടങ്ങി അന്ന് മുതലേ അതേ ലെവലിൽ തന്നെ ഇപ്പോഴും കൊടുക്കണം. പക്ഷേ ഇത് തുടങ്ങി വെച്ചത് എൻ്റെ ഭർത്താവാണ്. പുള്ളി ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം ഇവർ 2 ആൺപിള്ളേരും കൂടെ നിന്ന് ഞങ്ങൾ ചെയ്യുന്നു. ഇപ്പം ഇവിടെ മാത്രമാണോ മോഹൻസ് ഉള്ളത് അതോ? അല്ല, ഞങ്ങൾക്ക് ഇപ്പം ഈ ഒരു കടയേ ഉള്ളൂ. പക്ഷേ ഒന്നുകൂടെ എവിടെയെങ്കിലും തുടങ്ങണമെന്നുണ്ട്. അത് ഈ പറയുമ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. വേറെ ഒരാളിനെ കൂടെ നിർത്തിയാൽ ഇത്രയും ഇതായിട്ട് അവർ കൊടുക്കൂല. അപ്പം ആ ഒരു ഇതിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണേ. ചേട്ടൻ്റെ ആയിരുന്നോ ഇപ്പം ഈ ഒരു കണ്ടുപിടിക്കലും? പുള്ളിയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചതും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തൊട്ടേ തുടങ്ങി വെച്ചത് പുള്ളിയാണ്. പുള്ളി മരിച്ചപ്പോൾ ഞാനും എൻ്റെ 2 ആൺമക്കളും അതേ കണക്കിൽ കൊടുക്കുന്നു. ഇപ്പം ഞാനാണെങ്കിലും ഇങ്ങനെ വന്ന് ഒരുപാട് പേര് എനിക്ക് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ വരാറുണ്ടോ? കുറെ ദൂരെ നിന്നും വരാറുണ്ടോ? അത് ഞങ്ങൾ ഇങ്ങനെ വന്ന് ഓരോരുത്തർ ഇങ്ങനെ വന്ന് കുടിച്ചിട്ട് ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ഇതുപോലെ എടുത്തുകൊണ്ട് പോകും, അങ്ങനെ ഇടും. അപ്പം വെളിയിൽ നിന്നൊക്കെ വന്ന് ഇതുപോലെ ആളുകൾ കുടിച്ച് അറിഞ്ഞ് ഓരോരുത്തരിൽ പറയും. അപ്പോൾ യൂട്യൂബിൽ കണ്ടും ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുണ്ട്. ദൂരെ നിന്നായിരുന്നാലും ഈ അമ്പലത്തിൽ വരുന്ന ടൂറിസ്റ്റ് ആയിരുന്നാലും അത് ഹിന്ദിക്കാരായിരുന്നാലും അങ്ങനെയല്ല. അയ്യപ്പൻ സീസണിൽ ശബരിമലയിൽ പറഞ്ഞ അയ്യപ്പന്മാരുണ്ട്. അവരിവിടെ കുടിച്ചിട്ടുള്ള ആ ടേസ്റ്റിൽ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോഴേ കുടിച്ചിട്ടുള്ളവരുണ്ട്. ആ കണക്കിന് പറഞ്ഞവരുണ്ട്. ഓക്കെ, ഏത് സീസണിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക്? അതിപ്പം വൃശ്ചികം മുതലാണ് അങ്ങോട്ട്, വൃശ്ചികം മുതൽ അങ്ങോട്ടേക്ക്. പിന്നെ ഒരു 6 മാസം ഈ വെയിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ്. പിന്നെ അങ്ങോട്ട് 6 മാസം ഒരേ കണക്കാണ്. ഇപ്പൊ ഇച്ചിരി മഴയൊക്കെ ആയതുകൊണ്ട് കുറവാണ്. എന്നാലും കുറവെന്ന് വെച്ചാൽ അത്രയും ഇതില്ല, എന്നാലും കുറവാണ്. ഇതിപ്പം മോഹൻസ് മോരുകട തന്നെയായിരുന്നു ആദ്യം തൊട്ട്? ഭർത്താവിന്റെ അല്ല, പേര് ഇട്ടിട്ട് ഒരു 5 കൊല്ലം ആയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തർ അറിഞ്ഞു വന്ന് ഇങ്ങനെ കുടിക്കണോണ്ട് ആളുകൾക്ക് മാറിപ്പോണം. അങ്ങറ്റവും ഇങ്ങറ്റവും 2 കട ഉണ്ട്. അപ്പൊ ഈ 2 കട ഇവിടെ വന്നുകൊണ്ട് ഒറിജിനായിട്ടുള്ള കട ഏതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പേരിട്ട് മോഹൻസ് മോരുകട പേരിട്ട്. അപ്പൊ മോഹൻസ് മോരുകട എന്നാണ് നമ്മുടെ ഈ കടന്റെ വേറെ ഇതേ പേരുള്ള വേറെ കട ഇതേ പേരിൽ വേറെ ഇല്ല. കോട്ടയ്ക്കകത്ത് ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നടുമധ്യത്തിൽ പഴയ RTO ഓഫീസും ട്രാൻസ്പോർട്ട് ഓഫീസും അതിന്റെ നടുമധ്യത്തിലാണ് മോഹൻസ് മോരുകട. പക്ഷെ ഇങ്ങനെ കയറി വരുമ്പോൾ കോട്ടയകത്തുനിന്ന് ജോസ്കോ കഴിഞ്ഞ് ഇങ്ങോട്ട് നേരെ കയറി വരണം. ചുവന്നതോ ആ ചുവന്ന കോട്ട കയറി വരുമ്പോൾ ജോസ്കോ കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു വരിക. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള മോരുകടയൊന്നും അല്ല, ആൾക്കാർക്ക് തെറ്റിപ്പോരുത്. മോഹൻസ് മോരുകട എന്നുള്ളത് ഇവിടെയാണുള്ളത്, ഒറ്റൊന്നേ ഉള്ളൂ. ഇതിന്റെ വേറെ ബ്രാഞ്ചുകളും ഒന്നുമില്ല. ഓക്കെ, ഇനിയിപ്പം മക്കൾക്കാണെങ്കിലും ഇപ്പം നിങ്ങളും 2 പേരും ഈ ഒരു മോരുകടയിൽ തന്നെയാണോ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്? ഇനി ഇതിനെ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതിനെ കുറിച്ചുള്ള പ്ലാനൊക്കെ എങ്ങനെയാണ്? ഒരു കടയും കൂടെ തുടങ്ങാൻ ആളില്ലാത്തതാണ് ഞങ്ങൾ ചെയ്യാത്തത്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കച്ചവടം പോലെ കുറച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞില്ലേ വിരിച്ച മാസം പോലെ അങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് 3 പേർക്ക് നിന്ന് ചെയ്യാനുള്ള വെയില് ഇപ്പൊ രാവിലെ മഴ അങ്ങനെയൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വെയിൽ നല്ലവരാണ്. ഇപ്പൊ സീസൺ അങ്ങനെയൊന്നും ഇല്ല, ആളാണ്. പക്ഷേ അത് 3 പേര് നമുക്ക് ഇവിടെ വേണം. നല്ല ആള് വരുമ്പോ നമ്മളെ 3 പേരെ കൈക്ക് നിൽക്കില്ല. അപ്പൊ ഇനിയൊരു കട എടുത്താലും ഞങ്ങൾ ഇന്നലെ വേണം, എടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷേ ഞങ്ങൾ 3 പേര് എവിടെയെല്ലാം ഓടി ചെയ്യും. ആ ഒരു വിഷയമാണ്. ഒരാളെ നിർത്തിയാൽ എല്ലാം തീർന്നു. അതുകൊണ്ടാ വേറൊന്നുമില്ലല്ലോ, ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉള്ളിലുണ്ട്. അപ്പം ഇപ്പൊ നിങ്ങളുടെ ഒരു മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു മോരിന്റെ ഇതിൽ നിന്നാണോ? അത് തന്നെ, ഈ ഒരു വരുമാനം തന്നെയാണ്. നമുക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. സുഖമായിട്ട്. ഇവിടെ ഇപ്പൊ മോരുവെള്ളം മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും? ഓറഞ്ച് സർബത്തും ഉണ്ട്. ഇത് 2 സാധനം ഞങ്ങൾ വീട്ടിൽ കാച്ചലാണ്. ഈ ഓറഞ്ച് സർബത്തിനുള്ള സാധനം ഇതാണ്.
നാടനുണ്ടെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ കാച്ചിയെടുക്കണതാണ്. വീട്ടിൽ വീട്ടിൽ തന്നെ ഇതെല്ലാം കാച്ചിയെടുക്കണം. ഇതും നമ്മൾ ഉറവൊഴിച്ച് കാച്ചിയെടുക്കണം. പക്ഷേ ഇത് 2 സാധനം തീർന്നാൽ ഞങ്ങൾ അപ്പോഴേ അടയ്ക്കും. പുറത്തൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല. അപ്പൊ എത്ര മണി വരെ ആയിരിക്കും? അത് മണിക്കണക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2 മണിക്ക് തീരും, 1:30ക്ക് തീരും. കറക്റ്റ് എങ്ങനെ നോക്കിയാലും 3:30 ആകുമ്പോഴേ 3:30 ആകുമ്പോഴേ ഇവിടെ എങ്ങ് തീരും. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോക്ക് തീരാൻ പറയാൻ പറ്റില്ല. അന്ന് അപ്പം പറഞ്ഞാൽ ആള് പെട്ടെന്ന് കൂടുതൽ കയറി വരുമ്പോ 2 മണി 1:30 മണിക്കൊക്കെ തീർന്നു. ഇപ്പം ഒരു സാധാരണ ഒരു ദിവസം എത്ര ആൾക്കാർ വരുന്നുണ്ടാവും കടയിൽ? ഇതുവരെ ഞങ്ങൾ ആള് എണ്ണ അറിഞ്ഞൂടാ. പാലിന്റെ ഈ ലിറ്റർ കണക്കറിയാം. ഞങ്ങൾക്ക് ഒരു 10-50 ലിറ്റർ പാല് 60 ലിറ്റർ പാല് പോവും. പക്ഷെ ഇപ്പം ഇച്ചിരി മഴ ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. അല്ലെങ്കിൽ മറ്റേ വെയിലിന്റെ ആ ഒരു ഇതുപോലെയുള്ള വെയിൽ, നല്ല വെയിലാണെങ്കിൽ 60-70 ലിറ്റർ പാല് ഞങ്ങൾക്ക് ഗ്ലാസ് എണ്ണോ ആളിന്റെ കണക്ക് പറയാൻ പറ്റില്ല. ലിറ്റർ കണക്കാണ് കറക്റ്റ്. ഓക്കെ. ഇപ്പം ബാക്കിയുള്ള സ്ഥലത്ത് നിന്നാണെങ്കിൽ നമ്മൾ മോരുവെള്ളം കുടിക്കുമ്പോൾ അതിലധികം ഒരു വെള്ളത്തിന്റെ ഇത് കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് കുടിച്ചപ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു മോരുവെള്ളമാണ് എനിക്ക് കിട്ടിയത്. സോ എനിക്ക് തോന്നുന്നു അതന്നെ എനിക്കും ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഞങ്ങള് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് കൊടുക്കണേന്ന്. ഞങ്ങൾ ഈ അതിൽ ഐസും വെള്ളവും മോരും കൂടെ ഒഴിച്ചിട്ടിട്ടുണ്ട്, മിക്സ് ചെയ്ത് കലക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഞങ്ങൾ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ ഞങ്ങളുടെ ഒരു മനസ്സിന് വേണ്ടി അത് കൊടുക്കേണ്ടത്. ഞങ്ങൾക്ക് അത് കൊടുക്കണം, നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എത്ര രൂപയാണ് വരുന്നത്? ഒരു ഗ്ലാസ്സിന് 30 രൂപ. ഒരു ഗ്ലാസ്സിന് 30 രൂപയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എരിവ് കുറച്ചിട്ടുള്ള ഒരു മോര്. നമ്മൾ ആവശ്യത്തിന് നമ്മുടെ എരിവ് അനുസരിച്ച് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ നല്ല എരിവില് ചിലപ്പോൾ മോര് കിട്ടും. പക്ഷെ ഞാനിപ്പം പറഞ്ഞത് എരിവ് കുറച്ച് ഒരു മോര് എന്നാണ്. അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു മോര്. ഞാൻ ഇത്ര കട്ടിയായിട്ടുള്ള ഒരു മോര് വെള്ളം ഞാൻ അധികം കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ മോഹൻസ് മോര് എന്ന് പറയുന്നത്.